ഹലോ, ഇന്ന് ഞാൻ ഇരുമ്പുളി പറിക്കാൻ പോവാണ് കേട്ടോ. മമ്മി പാകി മുളപ്പിച്ച ഒരു ഇരുമ്പുളിയുടെ തൈ വല്യാമ്മ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് തറവാട്ടിൽ വെച്ചു. അതിപ്പോൾ വളർന്ന് ഇത്ര ആയിട്ടുണ്ടേ. അവിടെ നിന്നാണ് കേട്ടോ ഞാൻ ഇരുമ്പുളി പറിക്കേണ്ടത്. ഭയങ്കര പുളിയാണ് കേട്ടോ. അങ്ങനെ ഈ ഇരുമ്പുളി കൊണ്ടുവന്ന് നട്ടത് എവിടെ നിന്നാണ് ഞാൻ പറഞ്ഞു തരട്ടെ. ഇതിനു മുമ്പ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ആയത്തൊരു വലിയുമുണ്ട് കേട്ടോ. അപ്പോൾ ആ വല്യമ്മയുടെ അടുത്ത് ഒരുപാട് പഴങ്ങളൊക്കെ ഉണ്ട്. ഒരു വലിയൊരു തറവാട് വീട്, അതിന് ചുറ്റും വല്യമ്മ കുറേ ചെടികളും ഈ പച്ചക്കറികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. വല്യമ്മ വാരി അങ്ങനെ കുറേ ഉണ്ടാവും, പക്ഷെ ഒരു മനുഷ്യനും കൊടുക്കത്തില്ല. പണ്ട് വല്യമ്മയുടെ വീട്ടിൽ കള്ളം കയറി എല്ലാം കട്ടുകൊണ്ട് പോയിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മനുഷ്യന്മാരെ ഒന്നും വല്യമ്മ അടുപ്പിക്കത്തില്ല, കാരണം വല്യമ്മ ഒറ്റയ്ക്കാണ് താമസിക്കണത്. അങ്ങനെ ഒരു ദിവസം വല്യമ്മ വീണ് മക്കളൊക്കെ കൊണ്ടുപോയിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വല്യമ്മേനെ നമ്മൾ കണ്ടിട്ടില്ല, വല്യമ്മ മരിച്ചുപോയേ. ഈ ഒരു ഇരുമ്പുളിയാണ് വല്യമ്മയുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് നമ്മുടെ അടുത്ത് ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഇരുമ്പുളി. കുറേ ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും വല്യമ്മനെ ഓർക്കുവേ. ഞാനും പപ്പയും കൂടെയാണ് ഇത് പറിച്ചെടുക്കണത്, കാരണം മുകളിലേക്കൊന്നും എൻ്റെ കൈ എത്തത്തില്ല. പപ്പയാകുമ്പോൾ എങ്ങനെ നിന്നായിട്ട് പറിച്ചോളും. ഞാനാണെങ്കിൽ മുഖം പിടിച്ചുകൊണ്ട് നിൽക്കുവാണല്ലോ. ഇനി വീട്ടിൽ ചെന്നിട്ട് ഇത് അച്ചാറിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കണം. അടിപൊളി ടേസ്റ്റ് അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി, ബൈ.